ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റാണ്. അപ്പം മോൾ കോൺസെപ്റ്റിൽ ആദ്യം എന്താണ് ഈ മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ നമ്പർ. ആ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 6.022 × 10⁻23. അപ്പോൾ മോൾ എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് റെപ്രസെൻറ്റ്സ് എ നമ്പർ ജസ്റ്റ് ലൈക്ക് ഡസൻ. നമുക്കറിയാം ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. ഇല്ലെങ്കിൽ ഒരു പെയർ എന്ന് പറയത്തില്ല, പെയർ മീൻസ് 2. ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എ ഡസൻ പെൻ മീൻസ് 12 pens. എ ഡസൻ ചോക്ലേറ്റ് മീൻസ് 12 chocolates. അതേപോലെ തന്നെ ഇൻ എ സിമിലർ വേ മോൾ റെപ്രസെൻറ്റ്സ് എ നമ്പർ and that number is equal to 6.022 × 10⁻23. കാണുന്നുണ്ടോ? അതൊരു വലിയ നമ്പറാണ്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അപ്പം 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് വിൽ ഗിവ് യു എന്താണ്? 6.022 × 10⁻23 സബ്സ്റ്റൻസസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണെങ്കിൽ 1 mole ഓഫ് പെൻ, നിങ്ങളുടെ പേനയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയത്തില്ലല്ലോ ഇൻ ടേംസ് ഓഫ് മോൾ. പറയുമോ? അതോ പറഞ്ഞു കഴിഞ്ഞാലോ 1 mole ഓഫ് പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പെൻസ് കാണുമെന്നാണ് പറയുന്നത്? 6.022 × 10⁻23 പെൻസ്. അത്രയും പെന്നുകളുടെ എണ്ണം നമുക്ക് ഒന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും ഒരു വലിയ ലാർജ് നമ്പറാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെൻസിൽസ്, ആ പെൻസിൽസിൻ്റെ എണ്ണം പറയുമ്പോൾ നിങ്ങൾ പറയാറുണ്ടോ 1 mole ഓഫ് പെൻസിൽ? അതോ 1 mole ഓഫ് പെൻസിൽ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6.022 × 10⁻23 പെൻസിൽസ്. അതൊക്കെ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത്രയും ഒരു ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഏത് യൂണിറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡസൻ, കിലോഗ്രാംസ്, പിന്നെ ലിറ്റർ എക്സെട്ര ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അവിടെ പാർട്ടിക്കിൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മൈന്യൂട്ട് പാർട്ടിക്കിൾസാണ്. നമ്മുടെ കണ്ണിൽ പോലും കാണാത്ത മൈന്യൂട്ട് പാർട്ടിക്കിൾസാണ്. അതെന്ന് പറയുന്നത് തീരെ ചെറുതാണ്. പിന്നെ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ ലാർജാണ്. ഒത്തിരിയേറെ എണ്ണമുണ്ട്. അപ്പോൾ ആ എണ്ണം വളരെ ലാർജ് ആയതുകൊണ്ട്, ലാർജ് നമ്പർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് കെമിസ്ട്രിയിൽ ഈ കോൺസെപ്റ്റ്, ദറ്റ് ഈസ് മോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി. അപ്പോൾ ദീസ് ആർ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് റെപ്രസെൻറ്റ്സ് ദി പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ദ ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അതർ സ്മോൾ എൻറ്റിറ്റീസ് ആകാം. അപ്പം മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് നോ ഡയമെൻഷൻ. അതിന് ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ്. അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് എ നമ്പർ. അപ്പോൾ ഈ നമ്പർ ആദ്യമായിട്ട് തരുന്നത് ഇറ്റ് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ അവഗാഡ്രോ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് അവഗാഡ്രോസ് നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് Na. അപ്പോൾ 1 mole എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം 1 mole ഓഫ് പ്യുവർ ഗോൾഡ്. 1 mole ഓഫ് പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസ് ഓഫ് ഗോൾഡ് ഉണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 ആറ്റംസ് ഓഫ് ഗോൾഡ്. ഇല്ലെങ്കിൽ നിങ്ങൾ 1 mole ഓഫ് പ്യുവർ വാട്ടർ എടുത്തേ, അവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? സോ 1 mole ഓഫ് പ്യുവർ വാട്ടർ കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. അപ്പോൾ സയൻറ്റിഫിക്കലി നമുക്ക് മോൾ എന്താണ് ഡിഫൈൻ ചെയ്യാം. മോളുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ എഴുതണ്ടേ? അപ്പോൾ മോളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ് or molecules or particles as there are atoms in 12 gram of carbon 12. ഇപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ? ആസ് ദെയർ ആർ ആറ്റംസ് ഇൻ 12 grams of carbon 12.
അപ്പം നിങ്ങൾക്ക് പറയാം എത്ര ആറ്റംസ് ഉണ്ട്, ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 12 grams ഓഫ് കാർബൺ 12. അവിടെ കാർബൺ 12 എന്താണ് എടുക്കുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ആറ്റം ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ് ആറ്റമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ആറ്റംസ് ഇൻ 12 grams ഓഫ് കാർബൺ 12 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സോ നമ്പർ ഓഫ് ആറ്റംസ് വിൽ ബി ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മാസ് നിങ്ങൾ ഹവർ ദി മാസസ് ഓഫ് 1 mole ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്. നിങ്ങൾ മാസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് 1 mole ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ മാസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ്? ബിക്കോസ് ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ മാസസ് ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് വിൽ ബി ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 1 mole ഓഫ് ഗോൾഡ് എടുക്കുക, ഇല്ലെങ്കിൽ 1 mole ഓഫ് സിൽവർ എടുക്കുക, ആൻഡ് 1 mole ഓഫ് കോപ്പർ. ഇത് 3 കാര്യങ്ങൾ എടുക്കുക. 1 mole ഓഫ് ഗോൾഡ്, 1 mole ഓഫ് സിൽവർ, 1 mole ഓഫ് കോപ്പർ. ഇപ്പം നിങ്ങളിതെടുക്കുമ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് അല്ലേ. ഗോൾഡ് വേറെ, സിൽവർ വേറെ, കോപ്പർ വേറെയാണ്. പക്ഷേ ഇവിടെ 1 mole ഓഫ് ഓൾ ദീസ് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ്. ഇതിലെ എല്ലാത്തിനകത്തും ഇറ്റ് കണ്ടെയ്ൻസ് ദി സെയിം നമ്പർ ഓഫ് ആറ്റംസ്. എത്ര ആറ്റംസ് ഉണ്ട്? അവഗഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ബട്ട് ദി മാസ് ഓഫ് ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ മാസ് എടുക്കുമ്പോൾ മാസ് ഓഫ് 1 mole ഓഫ് ഈച്ച് എലമെൻറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഇനി ദി മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് ആസ് മോളാർ മാസ്. അപ്പോൾ എന്താണ് മോളാർ മാസ്? ഇത് മോളിക്കുലാർ മാസ് അല്ല, ഇത് മോളാർ മാസാണ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ആസ് മോളാർ മാസ്. അപ്പോൾ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാം അറ്റോമിക് മാസിൽ എക്സ്പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസിലും എക്സ്പ്രസ് ചെയ്യാം. സോ വെൻ ദി മാസ് ഓഫ് ആൻ ആറ്റം ഈസ് മെഷേർഡ് ഇൻ ഗ്രാംസ്, അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഗ്രാം അറ്റോമിക് മാസ് എന്നോ ഇല്ലെങ്കിൽ ഗ്രാം ആറ്റം എന്ന് പറയുന്നത്. പിന്നെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദി മാസ് ഓഫ് ദി മോളിക്യൂൾ ഈസ് മെഷേർഡ് ഇൻ ഗ്രാംസ്, ഒരു മോളിക്യൂളിൻ്റെ മാസാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻ ഗ്രാംസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്യൂൾ. ഇനി അടുത്തത് മോളാർ വോള്യൂമാണ്. അപ്പം മോളാർ വോള്യൂം എന്താണ്? ദി വോള്യൂം ഓക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് എനി സബ്സ്റ്റൻസ്. അപ്പം എന്താണ് വോള്യൂം? മോളാർ വോള്യൂം ദി വോള്യൂം ഓക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് എനി ഗേഷ്യസ് സബ്സ്റ്റൻസ്. ഗ്യാസസ് എന്നല്ലേ നമ്മൾ മോളാർ വോള്യൂം പറയുന്നത്. അപ്പോൾ 1 mole ഓഫ് ഓൾ ഗേഷ്യസ് സബ്സ്റ്റൻസസ് അറ്റ് STP. കണ്ടീഷൻ പറയുന്നത് 1 mole ഓഫ് ഓൾ ഗേഷ്യസ് സബ്സ്റ്റൻസസ് ഗ്യാസസ് അറ്റ് STP. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. അതെത്രയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ? 273 കെൽവിനും പിന്നെ 1 atmospheric പ്രഷർ. അന്നേരം 1 mole ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് STP ഹാസ് എ വോള്യൂം ഓഫ് 22.4 liters, ഇല്ലെങ്കിൽ മില്ലി ലിറ്ററിൽ പറയുവാണെങ്കിൽ 22,400 milliliter. അപ്പോൾ ഇതാണ് ദറ്റ് ഈസ് മോളാർ വോള്യൂം.